തിരുവനന്തപുരം പോലത്തെ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഈ കമ്മ്യൂണലായിട്ട് മാത്രം എത്രത്തോളം പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത് അങ്ങനെയൊന്നും മാത്രമല്ല ആളുകൾ വോട്ട് ചെയ്യും. പക്ഷേ ബേസിക്കലി തിരുവനന്തപുരം കമ്മ്യൂണലാണ്. പണ്ട് കായംകുളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുറച്ച് സീറ്റുകളൊന്നും കച്ചേരി പ്രഭാകരനെ പോലെ ആളുകൾക്ക് ജയിച്ചുള്ള സീറ്റുകളാണ്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം കോൺഗ്രസ്സുകാർക്കിടയ്ക്ക് തന്നെയാണ്. 2 പ്രാവശ്യം ഇവർ ഭരിച്ചതല്ല, എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം അവർ ഭരിക്കട്ടെ എന്നുള്ള ഒരു നെഗറ്റീവിന് പ്രാധാന്യം കിട്ടാനുള്ള സാധ്യത ഞാൻ ഒരിക്കലും തള്ളിക്കളയാം. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബാലഗോപാലിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കില്ല. പൈസ പോറ്റിക്ക് ഒരു സാധ്യതയുണ്ട് അവിടെ, അതാണ് കോൺഗ്രസ് പറയുന്നത്. UDF സംബന്ധിച്ചിടത്തോളം എറണാകുളവും കോഴിക്കോടും ജയിക്കുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണോ അത്രയും പ്രധാനപ്പെട്ടതാണ് LDF സംബന്ധിച്ച് ആലപ്പുഴ പോലെ തിരുവനന്തപുരം. കെ കരുണാകരന്റെ മകൻ നിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റൂല. ആ ഒരു മനോഭാവത്തിലാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ അവിടെ മത്സരിച്ചോളാന്ന് പറയുന്നത്. വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന ഈ നായർ ഡോമിനൻസിനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ നായർ ഡോമിനൻസിന്റെ ആനുകൂല്യം ഇല്ലാതെ പ്രശാന്ത് ജയിച്ചു വരുന്നത്. 5 സീറ്റ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF അധികാരത്തിലേക്ക് വരിക എന്നുള്ള അത്ര എളുപ്പമായി. 5 സീറ്റ് പിടിച്ചാൽ UDF അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. 5 സീറ്റ് കിട്ടുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരും. ഈ വരുന്ന 3 മണ്ഡലങ്ങളാണ്, 3 ജില്ലകളാണ്: ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ 3 ജില്ലകളും രാഷ്ട്രീയ അധികാരത്തിൻ്റെ മാത്രമല്ല ഏറ്റവും പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഇതിലാണ്. ഒരു അർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ BJPയുടെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള, കാരണം പ്രത്യേകിച്ച് 2024 ലോക്സഭാ സീറ്റ് ഇലക്ഷൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ചില ഇതാണ് ആലപ്പുഴ ജില്ലയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം BJP നടത്തിയിട്ടുള്ളത്. ആ ജില്ലകളിൽ എങ്ങനെയായിരിക്കും കാണുക? ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ സ്ഥിതി എന്താണ്? ആലപ്പുഴ ജില്ലയിൽ ആകെ UDF ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ്. ബാക്കി എല്ലാ സീറ്റുകളിലും LDF തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ LDF നല്ല അടിത്തറയുള്ള ജില്ല തന്നെയാണ് ആലപ്പുഴ. അപ്പോൾ വീണ്ടും വലിയ തോതിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒന്നും UDF ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ലാത്ത ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. മാത്രമല്ല ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 ജില്ലകൾ ജയിച്ചേ പറ്റും. കോൺഗ്രസിനെ UDF സംബന്ധിച്ചത് കോഴിക്കോടും എറണാകുളവും എത്രയും പ്രധാനപ്പെട്ട, എറണാകുളം തൃശ്ശൂർ എത്ര പ്രധാനപ്പെട്ടത്, തൃശ്ശൂർ മാറ്റി നിർത്തിക്കോളും, തൃശ്ശൂർ 2 കൂട്ടർക്കും പ്രധാനപ്പെട്ടതാണ്. UDF സംബന്ധിച്ചിടത്തോളം എറണാകുളവും കോഴിക്കോടും ജയിക്കുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണോ അത്രയും പ്രധാനപ്പെട്ടതാണ് LDF സംബന്ധിച്ച് ആലപ്പുഴ പോലെ തിരുവനന്തപുരത്തും കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ LDF സീറ്റുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് LDF അല്ല 87 മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴെല്ലാം LDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ ഈ തിരുവനന്തപുരം ജില്ലകൾ സ്വീപ്പാണ്. ഒരു സീറ്റ് മാത്രമായിരുന്നു 87 ബാലകൃഷ്ണനുള്ള കൊട്ടാരക്കര. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സീറ്റും ജയിച്ചു. എല്ലാവരും തോറ്റു. മോഹൻകുമാർ ജയിച്ചു. പഴയ തിരുവനന്തപുരം നോർത്തില് കോൺഗ്രസിനോട് വോട്ടുള്ള. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പൊ ആലപ്പുഴയില് എങ്ങനെയാണ് നിങ്ങളുടെ? ആലപ്പുഴയില് ഈ സംഭവം വെച്ചാൽ ഈ ഹരിപ്പാട് ഇപ്പോഴത്താണ് രമേശ് ചെന്നിത്തല നേതൃത്വമുള്ള അടുത്ത സംശയമില്ല. പിന്നെ കായംകുളം മണ്ഡലം എന്ന് പറയുന്നത് അവിടെ BJP ഇപ്പം വീണ്ടും പ്രതിഭയെ കൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ പ്രതിഭ അല്ലാതെ നല്ലൊരു സ്ഥാനാർത്ഥി CPM-ലില്ല. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ഒരുപക്ഷെ അത് വലിയൊരു പൊളിറ്റിക്കൽ ഇതിലേക്ക് പോകും, വലിയൊരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക്, പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ആ കായംകുളം പോകുന്നതിനകത്ത് സംശയമില്ല. കാരണം വെച്ചാൽ അവിടെ BJPക്ക് ന്യായമായ വോട്ട് വിഹിതമുണ്ട്. കായംകുളത്ത് BJPക്ക് വോട്ട് വിഹിതമുണ്ട്. കാരണം കായംകുളം എന്ന് പറയുന്നത് പ്രതിഭ ഹരി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കേൾക്കുന്ന സ്ഥാനാർത്ഥികളിലോട്ടൊരു ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ഇടയിലുള്ള എതിർപ്പ്. പണ്ട് കായംകുളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുറച്ച് സീറ്റുകളൊന്നായിരുന്നു, കച്ചേരി പ്രഭാകരനെ പോലെ ആളുകൾക്ക് ജയിച്ചുള്ള സീറ്റുകളാണ്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം കോൺഗ്രസ്സുകാർക്കിടയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസിന് കായംകുളം സീറ്റ് കോൺഗ്രസ് അവർ പ്രതീക്ഷയിലേക്ക് വയ്ക്കുന്നില്ല. അതിന് പകരം അമ്പലപ്പുഴ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നന്നായിട്ടുണ്ട്. അമ്പലപ്പുഴ അതുകൊണ്ടാണ് ഇപ്പം ലിജുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അമ്പലപ്പുഴ. അതേസമയം മാരാരിക്കുളം പോലുള്ള സീറ്റ് അത് CPM ഉറച്ച സീറ്റ് തന്നെയാണെന്ന് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു ഫൈറ്റിലേക്ക് പോകണ്ട, എന്തിനാ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നുണ്ട്. എന്നാൽ ചേർത്തല എത്തുമ്പോഴത്തേക്കും ചേർത്തല വേണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് പിടിക്കാൻ UDF പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവർ പോകുന്നു. കാരണം പ്രസാദിനെതിരെ അത്ര താല്പര്യക്കുറവ് ജനങ്ങൾക്കിടയിലുണ്ട്. പ്രസാദ് നല്ലൊരു മന്ത്രി ആയിരുന്നില്ല എന്നുള്ളതും നല്ലൊരു ജനപ്രതിനിധി ആയില്ല എന്നുള്ളതും ആളുകളുടെ ഇടയിലുണ്ട്. അവിടെ CPIയുടെ മണ്ഡലമാണെങ്കിലും CPM-നാണ് വോട്ടുള്ളത് അവിടെ. പക്ഷേ എന്നാലും പ്രസാദിന് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ അവരുടെ അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിലെ പെർഫോമൻസും അത്രയ്ക്ക് ജനങ്ങൾക്ക് സൂചിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അരൂർ മണ്ഡലത്തിൽ ഈ പറയുന്ന അരൂർ CPM-ന് സാധ്യതയുള്ള മണ്ഡലമാണ്. ഇപ്പോൾ ദലീമ മാറി വേറെ ആൾ വന്നാലും തോമസ് ഐസക്കിന് വന്നില്ലെങ്കിൽ വേറൊരു നല്ലൊരു ഇപ്പം ആരിഫിന് വീണ്ടും മത്സരിച്ചാലും ഒരു പക്ഷേ അവിടെ CPM വീണ്ടും പിടിച്ചേക്കാം. അപ്പോൾ ഒരു കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ UDF ഒരു 2-3 മണ്ഡലം
മാക്സിമം. ആ, അതിലപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്തേക്ക് കിട്ടിയെങ്കിൽ UDF ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കോൺഗ്രസ് LDF തോൽക്കണമെങ്കിൽ ഈ ഞാൻ ആലപ്പുഴ ജില്ലയെക്കുറിച്ചുള്ള എൻ്റെ ഒരു തോന്നൽ വെച്ചാൽ ബാക്കിയുള്ള ആരും കാര്യമായിട്ടില്ലാത്ത ഇടതുപക്ഷവും കോൺഗ്രസും മാത്രമുള്ള ഒരു ജില്ലയാണ്. BJPക്ക് ഇപ്പം കുറച്ചവിടെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു സാമുദായിക ഇക്വേഷൻ്റെ കൂടി പുറത്ത് വന്നതാണ്. പക്ഷെ പൊതുവെ എന്തൊരു ഗംഭീരമായ പൊളിറ്റിക്കൽ വോട്ടിംഗ് മാത്രം ചെയ്യുന്ന ഒരു ജില്ലയാണ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 3 ജില്ലകളിൽ പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട 3 ജില്ലകളാണ്. കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് കൊല്ലം എങ്ങനെയായിരിക്കും? കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ 2 MLA-മാരാണ് കോൺഗ്രസിലുള്ളത്. ആ സീറ്റ് അവർ നിലനിർത്തും. പിന്നെ കൊല്ലം സീറ്റ് പിടിക്കാൻ കഴിയുന്ന വിശ്വാസം UDFനും കോൺഗ്രസിനും ഉണ്ട്. വിഷ്ണുനാഥിൻ്റെ സീറ്റ് അത്ര ഷുവറാണോ? വിഷ്ണുനാഥിൻ്റെ സീറ്റ് ഇത്തവണ ഷുവറാണെന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ അവർ കോൺഗ്രസ് CPM നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ CPM-നുള്ളിൽ തന്നെ വളരെ എതിർപ്പ് നേരിടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുനാഥും കരുനാഗപ്പള്ളി CR മഹേഷും വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചാണ്. CR മഹേഷ് പിന്നെയുള്ള സീറ്റുകളിൽ കൊല്ലം പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ശരി. കരുനാഗപ്പള്ളിയാണ് ഈ മറ്റേ ഒരു കോൺഗ്രസ്സുകാരൻ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജയിച്ചെടുക്കുന്ന ഒരു സീറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. അവിടെ ഒരു പ്രാവശ്യം ജയിച്ചതോടുകൂടി ഇനി ആ സീറ്റ്, കാരണം അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ നേരത്തെ ഞാൻ മറ്റു പല കേരള കോൺഗ്രസ്സുകാരെ കുറിച്ചും പറഞ്ഞ പോലെയാണ്. അവിടെ നിന്ന് നിൽക്കുകയാണ് അദ്ദേഹം. തോറ്റിട്ട് ഇതിനു മുമ്പ് എനിക്ക് 2016 തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് അവിടെ നിന്ന് ജനങ്ങൾക്കിടയിൽ ബന്ധമുണ്ടാക്കി 2021 ജയിച്ച ഒരാളാണ്. അത് മാത്രമല്ല, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലുള്ള ഒരു എക്സെപ്ഷണൽ കോൺഗ്രസ്സുകാരൻ, അതായത് നല്ല കോൺഗ്രസ്സുകാരുടെ ഒരു രാഷ്ട്രീയം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിലും പത്തനാപുരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് ഗണേഷ് കുമാറിനോട് എതിർപ്പില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം ഗണേഷ് കുമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലാണ്. കാരണം അതിനുള്ള എല്ലാ സംവിധാനം അയാൾക്കുള്ള കയ്യിലുണ്ടോ. അയാളത് പറയും, അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പഞ്ചായത്ത് മെമ്പർ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇനി BJP-കാരനാണോ എന്ന് ഞാൻ നോക്കാറില്ല. ആ രീതിയിലാണ്. കാരണം ഇവർക്കൊക്കെ അറിയാം ഇവർ നിൽക്കുന്ന പൊളിറ്റിക്കൽ ബേസ് എന്നുള്ളത് വളരെ സ്റ്റിക്കിയാണ് എന്നിവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്ന് വോട്ട് കിട്ടിയാൽ അവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം ബേസ് ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഗണേഷ് കുമാർ വളരെ പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നെക്കുറിച്ച് ഒരു പരാതി അവിടുത്തെ കോൺഗ്രസ്സുകാർക്കുണ്ടായാലും BJP-കാർക്കുണ്ടാവില്ലെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻസി കൊണ്ടുപോയി. കൊട്ടാരക്കരയുടെ അവസ്ഥ, കൊട്ടാരക്കര ഐഷ പോറ്റി നിർത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയൊരു സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. കാരണം ഈ ബാലഗോപാൽ എന്ന് പറഞ്ഞ ആളെ നേരിടാൻ പറ്റിയ ഏക സ്ഥാനാർത്ഥി ഐഷ പോറ്റി തന്നെയാണ്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബാലഗോപാലിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കില്ല. പക്ഷേ ഐഷ പോറ്റിക്ക് ഈ കഴിഞ്ഞ 15 വർഷത്തെ MLA ആയിട്ടിരുന്നത് കൊണ്ടും അവർക്കുള്ള വ്യക്തിബന്ധങ്ങളും പിന്നെ ഈ പറയുന്ന പോലെ ബാലഗോപാലിന് ഉള്ള ജനങ്ങളുടെ എതിർപ്പും ഇതെല്ലാം ചേർന്ന് അതൊരു നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞ ഒരു ഐഷ പോറ്റിക്ക് ഒരു സാധ്യതയുണ്ട് അവിടെ. അതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയാൽ ആ സാധ്യത അവിടെ ഇല്ല. 2 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഐഷ പോറ്റിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ നിർത്താൻ പറ്റിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല. ഇപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ പോയി മത്സരിക്കാൻ പറ്റില്ലല്ലോ. ആ സ്റ്റേച്ചറിൽ ബാലഗോപാലിൻ്റെ സ്റ്റേച്ചറിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഐഷ പോറ്റി നിർത്തിക്കുന്ന നല്ലൊരു മത്സരവും ജയസാധ്യതയുമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ഈ പറഞ്ഞ 3 അല്ലെങ്കിൽ 4 സീറ്റാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ചടയമംഗലത്ത് ഈ ബിന്ദു ഈ ചിഞ്ചുറാണി എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെ CPI-യിലും ഇടതുപക്ഷത്തും ജനങ്ങൾക്കിടയിലുമുള്ള എതിർപ്പ്, കാരണം അവരൊക്കെ ഉള്ള വേസ്റ്റ് പെർഫോമൻസുള്ള മന്ത്രിയായിരുന്നു ഈ ചിഞ്ചുറാണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഈ ജനങ്ങൾക്കൊന്നും അത്ര വലിയ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. CPI-ക്കാർക്ക് പോലും അവരുടെ അത്ര വലിയ താല്പര്യം കാണുന്നില്ല. അപ്പോൾ ചടയമംഗലത്ത് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി ഈ കൊല്ലം ജില്ലയിൽ ഈ ഒരു സ്റ്റേറ്റുള്ള സ്ഥാനാർത്ഥികൾ കുറവാണ് കോൺഗ്രസ്സിന്. CR മഹേഷ്, PC വിഷ്ണു അതൊക്കെ ജയിച്ചു പോയി. അപ്പോൾ അതിനപ്പുറത്തേക്ക് സ്റ്റേറ്റുള്ള ബിന്ദു കൃഷ്ണ പോലെ ആളെ നിർത്തിയാലും ഒന്നും അങ്ങനെ ഒരു ഒരു സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഈ വിഷ്ണുവും മഹേഷും കഴിഞ്ഞൊരു നേതൃദാരിദ്ര്യം അവിടെ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ലീഗിന് ഒരു സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ലീഗിനൊരു സീറ്റ് വിരവിപുരം പോലത്തെ ഒരു സീറ്റ് ലീഗിന് കൊടുത്താൽ അതൊരു വേറൊരു കമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ള ഭയവും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു 3-4 കൊല്ലം പിടിക്കാൻ കഴിയുന്നവർക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൊല്ലത്ത് ആരായിരിക്കും അവരുടെ സ്ഥാനം? കൊല്ലത്ത് ഒരു പക്ഷേ ഇപ്പം ഈ ബിന്ദു കൃഷ്ണയുടെ പേരും അതിനപ്പുറത്ത് വേറെ ചില നേതാക്കളുടെ പേരും കേൾക്കുന്നുണ്ട്.
പക്ഷെ എന്നാലും ഈ കൊല്ലം സീറ്റ് ഇപ്പോൾ മുകേഷിനോടുള്ള എതിർപ്പ് ഇതെല്ലാം കൊണ്ട് പിന്നെ ചിന്താ ജെറോമിനെ നിർത്തിയാൽ അവർക്കും പാർട്ടിക്കുള്ള എതിർപ്പ്. കാരണം അവരൊന്നൊരു ചിന്താ ജെറോം എത്ര നല്ല നേതാവായാലും അവർക്കെല്ലാം നമ്മളൊരു കേരളത്തിൻ്റെ പൊതുബോധത്തിലുള്ള ഒരു സ്വീകാര്യത വളരെ കുറവാണ്. അതെ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് വരുന്നത് തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി എന്താണ്? തിരുവനന്തപുരത്തിലെ ആകെ ഒരു സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. ബാക്കി എല്ലാ സീറ്റുകളും LDF-ന്റെ കയ്യിൽ ഭദ്രമാണ്. കോവളം ഒഴികെ, കോവളത്തെ എം വിൻസെന്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും LDF-ന്റെ സീറ്റുകളാണ്. അപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെയും ഈ പറഞ്ഞതുപോലെ BJP-യുടെ വലിയ കടന്നുകയറ്റമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടെ പറയണത് കഴക്കൂട്ടം മണ്ഡലം BJP ഏതാണ്ട് ഷുവറായിട്ട്, തിരുവനന്തപുരത്തെ നിയമത്തിനേക്കാൾ ഒരുപക്ഷെ ചിലർ പറയുന്നത് കഴക്കൂട്ടമാണ് അവരൊക്കെ വളരെ പ്രതീക്ഷയുള്ളത്, പ്രത്യേകിച്ച് RSSന് പ്രതീക്ഷയുള്ളത്. എന്താണ് ശ്രീകുമാറിൻ്റെ ഒരു? എനിക്ക് തോന്നുന്നു അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥികളെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ നെയ്യാറ്റിൻകര, വട്ടിയൂർക്കാവ് ഇപ്പോൾ ഓൾറെഡി മുരളീധരൻ, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, ശബരിനാഥ് മത്സരിച്ച ആ സീറ്റുണ്ടല്ലോ, അരുവിക്കര, പിന്നെ ആന്റണി രാജു മത്സരിച്ച തിരുവനന്തപുരം സീറ്റ്, പിന്നെ കോവളം ഓൾറെഡി ഉണ്ട്. അങ്ങനെ 5 സീറ്റുകൾ പിടിക്കാൻ കഴിയണമെങ്കിൽ 5 മികച്ച സ്ഥാനാർത്ഥികൾ വേണം. അല്ല അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ BJP വലിയ വിടലുണ്ടാക്കിയിട്ടുണ്ട്. നാടാർ ക്രിസ്ത്യൻ വോട്ടുകളും നാടാർ വോട്ടുകളും CPM വലിയ സ്വാധീനം, നാടാർ വോട്ടുകൾ വലിയ സ്വാധീനം CPM-നുണ്ട്. ലത്തീൻ ക്രൈസ്തവ വോട്ടുകളിൽ എത്ര സ്വാധീനം CPM ഉണ്ടാക്കിയിട്ട് നമുക്കറിയില്ല. ഇതിന് അതും വലിയൊരു സ്വാധീനമുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP ശരിക്കും അവിടെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 5 സീറ്റുകൾ പിടിക്കണമെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തിയാലേ നടക്കുകയുള്ളൂ. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളും വേണം. ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ തിരുവനന്തപുരത്ത് ആൻറ്റി ഇൻകംബൻസി ഉള്ളപ്പോഴും MLA-മാരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്, CPM-ൻ്റെ MLA-മാരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എക്രോസ് ഒരു പറച്ചിലുണ്ട്. കാരണം പലപ്പോൾ നമ്മൾ തൃശ്ശൂർ എടുത്താലും കോഴിക്കോട് എടുത്താലും അവിടെയൊക്കെയുള്ള CPM-ലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാർ അതിഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരെ തോൽപ്പിക്കുക എന്നുള്ളത് പാടാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളായിരിക്കും തിരുവനന്തപുരത്ത്. ഇപ്പം ശ്രീകുമാർ പറഞ്ഞ നെയ്യാറ്റിൻകര, അരുവിക്കര, ഇവിടെയൊക്കെ ഉള്ള MLA-മാരെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പാടാണ്. നെയ്യാറ്റിൻകര ഹരീന്ദ്രനാഥാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം അവിടുത്തെ മനുഷ്യർക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കനകോലു റിപ്പോർട്ടിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ MLA-മാരൊക്കെ ആൻറ്റി ഇൻകംബൻസി സർക്കാരിനെതിരെ ഉണ്ടെങ്കിൽ MLA-മാർക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടി ചില മണ്ഡലങ്ങൾ ഈ ഹരീന്ദ്രനാഥ്, അതുപോലെ തന്നെ അരുവിക്കര അവിടെ സ്റ്റീഫനാണ്. അദ്ദേഹം എൻട്രൻജനാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ ശബരിക്ക് പോലും അവിടെ വലിയൊരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. വർക്കല ജോയി അതാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. LDF ജയിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ജയിച്ചേ പറ്റൂ. 5 സീറ്റ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF അധികാരത്തിലേക്ക് വരിക എന്നുള്ള അത്ര എളുപ്പമായി അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. 5 സീറ്റ് കിട്ടുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരും. ഇപ്പം നെടുമങ്ങാട്, കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പിന്നെ അരുവിക്കര. ഈ വട്ടിയൂർക്കാവ് സീറ്റ് ഇതുപോലെ തന്നെ വളരെ ഇതായിട്ട് പ്രശാന്തനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് പക്ഷേ മുരളീധരന് ഉള്ള സ്വതസിദ്ധമായ ചില നീക്കങ്ങളുണ്ട് അവിടെ. അദ്ദേഹത്തിന് എന്താ ഗുണം എന്ന് വെച്ചാൽ മുരളീധരൻ K കരുണാകരൻ്റെ മകനായതുകൊണ്ട് ഈ അവിടെ വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ നായർ വോട്ടുകൾ ധാരാളം ഉള്ള വോട്ടുകളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നായർ മണ്ഡലമാണ്. ഈ സുകുമാരൻ നായർ ആർക്ക് അനുകൂലമായിട്ട് പറയുന്നു അയാളെ തോൽപ്പിക്കാന്നുള്ള നായന്മാർ ഇപ്പോഴും സ്വഭാവം. പക്ഷെ കരുണാകരൻ്റെ മോൻ വരുമ്പോൾ കളി മാറും. യഥാർത്ഥത്തിൽ മുരളീധരൻ്റെ പ്രതീക്ഷ അവിടെ തന്നെയാണ്. K കരുണാകരൻ്റെ മകൻ നിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റൂല. ആ ഒരു മനോഭാവത്തിനാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ അവിടെ മത്സരിച്ചോളാം എന്ന് പറയുന്നത്. മുരളീധരനെല്ലാം മറ്റാര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നാലും പ്രശാന്ത് തോൽപ്പിക്കാത്ത എളുപ്പമല്ല. യുവ MLA-മാരിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു MLA ആണ് VK പ്രശാന്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് മത്സരം കനക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതേപോലെ ഈക്വലി BJP അവിടെ നോക്കുന്ന ഒരു മണ്ഡലമല്ലേ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ BJP ഈ പറയുന്ന ഈ ശക്തമായ ഒരു ത്രികോണ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും അതിന്റെ? ത്രികോണ മത്സരത്തിൽ ഒരു പക്ഷേ ഈ 2 പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, പക്ഷേ ഈ മുരളിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഘടകങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. അതാണ് അതിൻ്റെ സംഭവം. ഈ BJP-ക്കും CPM-നും മുരളിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഘടകങ്ങൾ. കാരണം വട്ടിയൂർക്കാവിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, ക്രൈസ്തവ വോട്ടുകളുണ്ട്. അത് ഈ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ വോട്ടുകളൊക്കെയാണ്. മറ്റു പലയിടത്തും താമസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ വോട്ടുകൾ N ബ്ലോക്കായിട്ട് മുരളിക്ക് കിട്ടും. കാരണം മുരളിക്ക് ഇന്ന് ആ വോട്ടുകൾ പോകില്ല. അങ്ങനെയുള്ള ചില ഘടകങ്ങൾ, അനുകൂല ഘടകങ്ങൾ പുള്ളിക്ക് അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പുള്ളികളെ മത്സരിക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമവും കഴക്കൂട്ടവും BJP-ക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്.
അതെ 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 അതെ. നിയമം കഴക്കൂട്ടല്ലേ 2 സീറ്റുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന 2 സീറ്റുകൾ അതെ അതെ നിയമം വട്ടിയൂർക്കാവല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല അതെ അതെ. നിയമവും കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് മിക്കവാറും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നത്. കാരണം അത് എക്സെപ്ഷൻ കൊടുക്കാതെ നിർത്തിയില്ല. കടമ്പള്ളിക്ക് വരാൻ അവിടെ സ്ഥാനാർത്ഥി ഇല്ല, CPM പറ്റിയ സ്ഥാനാർത്ഥി ഇല്ല. അതുണ്ടാവും. പിന്നെ നമ്മൾ ഈ വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന ഈ നായർ ഡോമിനൻസിനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ നായർ ഡോമിനൻസിന്റെ ആനുകൂല്യം ഇല്ലാതെ പ്രശാന്ത് ജയിച്ചു വരുന്നത്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു, അസംബ്ലി തെരഞ്ഞെടുപ്പിലും. കാരണം അന്ന് ഈ സുകുമാരൻ നായർ പരസ്യമായിട്ട് മോഹൻകുമാറിനെ പിന്തുണച്ചതാണ് ഈ നായർ വോട്ടുകളെല്ലാം ഇന്ന് മോഹൻകുമാറിനാണ്. നമ്മളത് അത്ര സിമ്പിളായിട്ട് എനിക്കറിയത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശാന്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ മനുഷ്യരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു MLA ആണ്. ഈസ് വെരി ആക്സസബിൾ. അല്ല, ഈ പാർട്ടി ഇതായിട്ടുള്ള ഇപ്പോൾ എനിക്കൊക്കെ അറിയുന്ന നമ്മുടെ ചില ബന്ധുക്കളായ BJP-ക്കാർ പോലും പ്രശാന്തന് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം അയാളുടെ പോയിട്ടുണ്ട്. ഈ രണ്ടും ദുർബല സ്ഥാനാർത്ഥികളായിരുന്നു പ്രശാന്ത് ജയിച്ചപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. പ്രശാന്ത്, അത് നമ്മൾ മറന്നു പോകണം, മോഹൻകുമാറും വീണ നായരും വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നു. കാരണം ഇവർ ജയിക്കരുതെന്ന് കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളാണ്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രശാന്തിന് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതിപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്. അതിപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഈ സ്വഭാവം എക്രോസ് കാരണം നേരത്തെ നിങ്ങളെ ശ്രീമാർ തന്നെ പറഞ്ഞ പോലെ കേരളത്തിൽ എക്രോസ് കോൺഗ്രസ്സുകാർക്ക് ഈ സ്വഭാവമുണ്ട്. അതല്ല ഞാൻ പറയുന്നത് വെച്ചാൽ തിരുവനന്തപുരം പോലത്തെ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഈ കമ്മ്യൂണലായിട്ട് മാത്രം എത്രത്തോളം പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത് അങ്ങനെയൊന്നും മാത്രമല്ല ആളുകൾ വോട്ട് ചെയ്യും. പക്ഷേ ബേസിക്കലി തിരുവനന്തപുരം കമ്മ്യൂണലാണ്, ബൈ നേച്ചർ ഇസ് കമ്മ്യൂണൽ. കമ്മ്യൂണലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ ആകേണ്ടിയിരുന്ന ജില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഈ എല്ലാത്തരം ആളുകൾക്കും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടുള്ള സ്ഥലങ്ങൾ. തിരുവനന്തപുരമൊക്കെ താരതമ്യം ഭേദമായിട്ടുള്ള മണ്ഡലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നാടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് വന്ന ഇതിൽ ഞാൻ ഈ ഇലക്ഷനിൽ ടോട്ടൽ പ്രഡിക്ഷനിൽ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. എനിക്കതിങ്ങനെ ഒരു നമ്പർ വെച്ച് പറയാൻ പറ്റില്ല. ശ്രീകുമാറിനെ പോലുള്ളവർക്ക് അത് കുറച്ചുകൂടെ പറയാൻ പറ്റും. ഒരു UDF-ന് ഒരു ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, UDF-ന് ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു എത്ര സീറ്റ് വരാൻ പറ്റും? UDF 85 സീറ്റ് അറൗണ്ട് ഭരണത്തിൽ വരുന്നതാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴെല്ലാം ആൻറ്റി ഇൻകംബൻസി നമ്മൾ ഉദ്ദേശിച്ച പോലെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 85 സീറ്റ്സ് to 90 സീറ്റ് എന്നുള്ളതാണ്, 85 മുതൽ 90 സീറ്റുകൾ ലഭിക്കാം എന്നാണ് UDF-ൻ്റെ നിലവിലെ കണക്കുകൂട്ടൽ. പക്ഷേ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു 85 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ. കാരണം CPM-ൻ്റെ എഡ്ജുകൾ അവരുടെ സ്വയം കൃതാനർത്ഥം കൊണ്ടും രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടും പലപ്പോഴും നഷ്ടപ്പെട്ട് വരികയാണ്. അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല. കാരണം രാഷ്ട്രീയത്തിൽ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളം പിടിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ 85 സീറ്റിൽ UDF അധികാരത്തിൽ വന്നേക്കാവുന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഞാനിപ്പോൾ കേരളത്തിൽ 2 കാര്യങ്ങളാണ് ഗംഭീരമായിട്ട് നടന്ന് കഴിഞ്ഞത്. ഒന്ന്, ഇടതുപക്ഷം ഒരു പ്രാവശ്യം കൂടെ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷം തീരും, ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാകും എന്നുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന് ഇടതുപക്ഷക്കാരുടെ ഇടയിൽ പോലും ഒരു ട്രാക്ഷനുണ്ട്. അത് എത്രത്തോളം റിയലൈസ് ചെയ്യുന്നു, എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നു LDF-ൻ്റെ ഒരു മൂന്നാമത്തെ ഒരു വരവ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി ജയിക്കാനുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തു വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിൻ്റെ ടോട്ടൽ ഡിസറേ. ഞാനത് 2-3 വേദികളിൽ പറഞ്ഞു. സർക്കാരുകൾ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രതിപക്ഷത്തിരുന്ന് കക്ഷികൾ പരാജയപ്പെടുന്നത് കേരളത്തിൽ UDF മാത്രം. നമ്മൾ വയനാട്ടിൽ അതാണ് കണ്ടത്. എന്താണ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രിമോണിഷൻ കൂടിയാണത്. പക്ഷേ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് മനുഷ്യരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിനുള്ള ടൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ട്രഡീഷണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ ദേ ഹാവ് ബീൻ ഓവർടേക്കൺ ബൈ ടെക്നോളജി. അതിൽ എത്രത്തോളം അതല്ല എങ്കിൽ കേരളത്തിൻ്റെ ചർച്ചകളുടെ ഫോക്കസിൽ നിൽക്കേണ്ട വയനാട്ടിലെ പുനരധിവാസം എന്തുകൊണ്ട് മനുഷ്യർ ചർച്ച ചെയ്യാതെ ആയിപ്പോയി? എന്തുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഉറപ്പ് കൊടുക്കുന്ന ചില കാര്യങ്ങൾ നടത്തിയ സർക്കാരിന് ആ ഉറപ്പ് എന്നാൽ പിന്നെ ഇത് തുടരട്ടെ എന്ന് മനുഷ്യരെ കൊണ്ട് വളരെ സ്വാഭാവികമായിട്ട് പറയിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ എവിടെ നടന്നാലും ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ആശുപത്രി കാണാം. സർക്കാർ കാശ് ചെലവഴിച്ചുണ്ടാക്കിയ ആശുപത്രികൾ. എങ്ങനെയാണ് കേരളത്തിന് ആരോഗ്യമന്ത്രി ഇത്രയധികം അപഹസിക്കപ്പെടുന്നത്? അതാണോ ശരി എന്ന് മനുഷ്യരെ കൊണ്ട് ചോദിപ്പിക്കണം. നിങ്ങൾ മൂന്നാമത്തെ ഒരു ഊഴം തന്നാൽ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി കൂടി ചെയ്യും,
അതിനൊരു അവസരം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഇനിയുള്ള സമയങ്ങളിൽ അവർക്ക് എത്ര ശ്രദ്ധിക്കുമോ പറ്റുമോ അതനുസരിച്ചായിരിക്കും അവരുടെ LDF സംബന്ധിച്ചിടത്തോളം റിട്ടേൺ. അതില്ല എങ്കിൽ ഈ പറയുന്ന നെറേറ്റീവിന് 2 പ്രാവശ്യം ഇവർ ഭരിച്ചതില്ല, എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം അവർ ഭരിക്കട്ടെ എന്നുള്ള ഒരു നെറേറ്റീവിന് പ്രാധാന്യം കിട്ടാനുള്ള സാധ്യത ഞാനൊരിക്കലും തള്ളിക്കളയില്ല. അപ്പോൾ നമുക്ക് ഈ ചർച്ച ഇപ്പം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഒരുപക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണേണ്ടി വരും ഇത് എന്താണ്. കാരണം കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി രാഷ്ട്രീയ ചിത്രം വെളിവാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക്സ്.